കാൽനൂറ്റാണ്ട് കാലം കൈപ്പിടിയിൽ ഉണ്ടായിരുന്ന കോട്ടയം നഗരസഭയുടെ ഭരണം കഴിഞ്ഞ തവണ UDF നിലനിർത്തിയത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. കോൺഗ്രസ് വിമതയെ ഒപ്പം നിർത്തി നറുക്കെടുപ്പിലൂടെ ടോസിട്ടാണ് കഴിഞ്ഞ 5 വർഷം നഗരസഭ UDF ഭരിച്ചത്. എന്നാൽ ഇത്തവണ ഭരണം പിടിക്കാൻ ഉറച്ചാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. BJP പക്ഷേ സീറ്റ് വർദ്ധിപ്പിച്ചാൽ അത് ഈ വിധിയിൽ നിർണായകമാണ്. കഴിഞ്ഞ 25 വർഷമായി കോട്ടയം നഗരസഭ ഭരിക്കുന്നത് UDF ആണ്. എന്നാൽ കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നാകട്ടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം കോട്ടയം നഗരസഭയിൽ UDFന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ 52 സീറ്റിൽ 22 ഇടത്ത് LDF ജയിച്ചു. UDFന് ജയിക്കാനായത് 21 സീറ്റിൽ മാത്രമാണ്. എന്നാൽ ഗാന്ധിനഗർ സൗത്തിൽ ജയിച്ച കോൺഗ്രസ് വിമത ബിൻസി സെബാസ്റ്റിനെ UDF ഒപ്പം കൂട്ടി. തുല്യനിലെത്തിയതോടെ നറുക്കെടുപ്പിൽ ഭാഗ്യം UDFന്. കോൺഗ്രസ് വിമത ബിൻസി സെബാസ്റ്റ്യൻ നഗരസഭയുടെ അധ്യക്ഷയായി. എന്നാൽ കഴിഞ്ഞ 5 വർഷം 3 അവിശ്വാസം അടക്കം സംഘർഷഭരിതമായിരുന്നു കാര്യങ്ങൾ. 2.5 കോടിയുടെ പെൻഷൻ തട്ടിപ്പടക്കം വിവാദങ്ങളും തർക്കങ്ങളും രൂക്ഷമായി. എങ്കിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി. തീർച്ചയായിട്ടും കഴിഞ്ഞ ഭരണകാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, തുല്യം നിൽക്കുന്ന ഒരു നഗരസഭയായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിരവധി പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായി വന്നു. പലപ്പോഴും പ്രതിപക്ഷം തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം വൻപിച്ച ഭൂരിപക്ഷത്തോടെ UDF ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇത്തവണ അനുകൂല സാഹചര്യമാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം പരാജയമെന്നും LDFന് ആരോപണമുണ്ട്. കഴിഞ്ഞ തവണ നിസ്സാര വോട്ടിന് പരാജയപ്പെട്ട ഇടങ്ങൾ ഇത്തവണ പിടിക്കാനും LDFന് പദ്ധതിയുണ്ട്. ഏത് മേഖലയെടുത്താലും അഴിമതി നിറഞ്ഞ ഒരു ഭരണമാണ്. നാട്ടിൽ യാതൊരു വികസനവും നടക്കാത്ത ഈ ഭരണം തൂത്തെറിയണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് തന്നെയാണ്. അത് നടക്കും. ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം തീർച്ചയായിട്ടും ഇടതുപക്ഷം കോട്ടയം നഗരസഭ ഭരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണ 8 സീറ്റിലാണ് BJPക്ക് ജയിക്കാനായത്. ഇത്തവണ അത് 2 അക്കത്തിലേക്ക് എത്തിക്കാനാണ് നീക്കം. നഗരസഭയിൽ BJP പിടിക്കുന്ന വോട്ടുകൾ 2 മുന്നണികൾക്കും നിർണായകം തന്നെയാണ്. ശ്രീകുമാറിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, കോട്ടയം.